ഒന്നോ രണ്ടോ സിനിമകളിൽ മാത്രം മുഖം കാണിച്ചൊരു നടനെ തൻ്റെ പുതിയ സിനിമയിലേക്ക് പരിഗണിക്കുമ്പോൾ ആ ചിത്രത്തിൻ്റെ സംവിധായകൻ ആ യുവനടനോട് ഒരു നിർദ്ദേശം വയ്ക്കുകയാണ്. നിങ്ങളുടെ പേര് ഒരു സിനിമാക്കാരനെ പറ്റിയതല്ല, ഞാൻ നിങ്ങൾക്കൊരു പുതിയ പേര് നൽകാം. സജിൻ, എന്താ പേര് ഓക്കെ അല്ലേ? അന്ന് അവസരങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന ആ നടന് എന്തു ഓക്കെ ആയിരുന്നു. അങ്ങനെ തൻ്റെ ഐഡൻറ്റിറ്റി പോലും നഷ്ടപ്പെട്ട ആ മനുഷ്യൻ സജിനായി മാറുകയാണ്. പിറ്റേന്ന് മുതൽ ഷൂട്ടിംഗ് സെറ്റിലെത്തി തൻ്റെ ജോലി തുടങ്ങുകയും ചെയ്തു. ആ സമയം ജയിലിൽ നിന്നും നായകനായ സുകുമാരൻ മതിൽ ചാടി രക്ഷപ്പെടുന്ന സീൻ ഷൂട്ട് ചെയ്യുകയാണ്. വലിയ പൊക്കമുള്ള മതിലായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി താഴെ നല്ല കട്ടിയുള്ള ഫോം ബെഡ് വിരിച്ചിട്ടുണ്ട്. കൂടെ ചാടുന്ന സജിൻ വന്ന് വീഴുന്നിടത്ത് ബെഡ് കാണാത്തതിനാൽ ആ പടത്തിൻ്റെ നിർമ്മാതാവ് ആശങ്കപ്പെട്ടു. അയാൾക്കൊന്നും ബെഡ് നൽകേണ്ടതില്ല, ഇവരെ പോലുള്ളവരൊക്കെ സിനിമയിൽ വന്നും പോയി ഇരിക്കുന്നവരാണ്, ഇവർക്കൊക്കെ ഇത് മതി എന്ന് സംവിധായകൻ പറഞ്ഞു. വേണ്ടത്ര സുരക്ഷ ഒന്നുമില്ലെങ്കിലും താഴേക്ക് ചാടാൻ തന്നെ സജിൻ തീരുമാനിച്ചു. കാരണം ഒരു നടനായി തീരണമെന്നത് അയാളുടെ ജീവിത അഭിലാഷമായിരുന്നു. അതിനായി അയാൾ എന്തും ചെയ്യുവാൻ തയ്യാറായിരുന്നു. എങ്ങനെയെങ്കിലും ഒരു നടനാകണമെന്ന വെമ്പലിൽ അയാൾ മതിൽ ചാടി. പക്ഷേ അയാളുടെ കാലൊടിഞ്ഞു. ഒടിഞ്ഞ കാലുമായി ബാക്കി ഭാഗം അഭിനയിച്ച ശേഷം സെറ്റിൽ നിന്നും പോകുമ്പോൾ അയാൾ ആ സംവിധായകനോട് പറഞ്ഞു, സാറിൻ്റെ അടുത്ത പടത്തിലും എന്തേലും ഒരു അവസരം എനിക്ക് തരണം, ഞാനത് എന്നെക്കൊണ്ടാകുന്ന വിധം നന്നായി ചെയ്യാം സാർ. പേരും പെരുമയും ഇല്ലാത്തതുകൊണ്ട് ഷൂട്ടിങ്ങിന് വേണ്ടത്ര സുരക്ഷ നൽകാത്തതിനാൽ കാലിന് പരിക്കേൽക്ക് വേണ്ടിവന്ന ശബ്ദം നല്ലതില്ലെന്ന് പറഞ്ഞ് ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ നിന്ന് ഇറക്കിവിട്ട സ്വന്തം പേര് പോലും മാറ്റേണ്ടി വന്ന ആ ചെറുപ്പക്കാരനാണ് പിന്നീട് മലയാള സിനിമയിൽ മമ്മൂട്ടി എന്ന ഇതിഹാസമായി മാറിയത്. ആ മമ്മൂട്ടിയാണ് പിന്നീട് നിറക്കൂട്ടിലെ രവിവർമ്മയായത്. ആ മമ്മൂട്ടിയാണ് തനിയാവർത്തനത്തിലെ ബാലൻ മാഷായത്. ആ മമ്മൂട്ടിയാണ് വടക്കൻ വീരകഥയിലെ ചന്തുവായത്. ആ മമ്മൂട്ടിയാണ് അമരത്തിലെ അച്ചൂട്ടിയായത്. ആ മമ്മൂട്ടിയാണ് പാതയത്തിലെ ചന്ദ്രദാസ് ആയത്. ആ മമ്മൂട്ടിയാണ് പുട്ടുറുമീസ് ആയത്. ആ മമ്മൂട്ടിയാണ് മൃഗയിലെ വാരുണ്യായത്. ആ മമ്മൂട്ടിയാണ് പാലേരിമാണിക്യത്തിലെ മുരുക്കൻ കുന്നത്ത് അഹമ്മദ് ഹാജിയായത്. ആ മമ്മൂട്ടിയാണ് പൊന്തന്മാടയായത്. ആ മമ്മൂട്ടിയാണ് വിധേയനിലെ ഭാസ്കര പട്ടേലായത്. ആ മമ്മൂട്ടിയാണ് ബദലുകളിലെ ബഷീറായത്. ആ മമ്മൂട്ടിയാണ് ബ്രഹ്മയുഗത്തിലെ ചാത്തനായത്. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത കഥാപാത്രങ്ങൾക്ക് ജീവനും മജ്ജയും മാംസവും ആത്മാവും കൊടുത്ത് അയാൾ ഇന്നും സ്ക്രീനിൽ അത്ഭുതങ്ങൾ കാണിക്കുന്നു. ഈ 74-ാം വയസ്സിലും ആദ്യ സിനിമയിലെ അതേ ആവേശം ഇപ്പോഴും നിലനിർത്തുന്ന ആ മഹാനടന് സർവേശ്വരൻ ഇനിയും ആരോഗ്യവും ആയുസ്സും നൽകട്ടെ എന്ന് JPS മീഡിയ പ്രാർത്ഥിച്ചുകൊള്ളുന്നു.